ബാങ്കിങ് ഒക്കെ വളരെ ചീപ്പായിട്ടാണ്. പൊതുമേഖലാ ബാങ്കുകളുടെയൊക്കെ റവന്യൂവും നെറ്റ് പ്രോഫിറ്റും മാർക്കറ്റ് ക്യാപ്പൊന്നും തമ്മിലൊരു ബന്ധവുമില്ല. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന്, അതായത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് സമയവും നല്ലതാണ്. അവർക്ക് മനസ്സിലാക്കി മാർക്കറ്റ് സ്വിങ്ങുകളാണ് അവർ നോക്കുന്നത്. സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ടെക്നോളജിക്കൽ കോമ്പോണൻസും മറ്റു കാര്യങ്ങളും ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പോവുക എന്നുള്ളൊരു വിശ്വാസമാണ്. അതൊരു ജനറലി എല്ലാവരും പറയുന്നതും ആ ഒരു സെക്ടർ തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ 100 രൂപ കിടന്ന് ഡോളറിൻ്റെ വില പോകുമ്പോൾ അത് വലിയ ആശങ്കയാണ്. NSEയുടെ IPO ഒരിക്കലും ഒരു മോശം IPO ആയിരിക്കില്ല. ഒരു വമ്പൻ IPO എന്നുള്ള തരത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. അത് മാർക്കറ്റിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ BSEയുടെ ഒരു കുതിപ്പ് നമുക്ക് ഇപ്പോൾ കണ്ടാലറിയാം. പുതിയ ആളുകൾ വരുന്നതിൽ കുറവുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരു ആളുകളൊന്നൊരു മടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പ്രശ്നം. പിന്നെ യുദ്ധം എല്ലാവരും അങ്ങനെ വലിയൊരു സംഭവമായിട്ട് കാണുന്നു. മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ യു നീഡ് ക്യാപിറ്റൽ, യു നീഡ് എക്സ്പീരിയൻസ്, യു നീഡ് നോളജ്, യു നീഡ് എ റിസർച്ച് സിസ്റ്റം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണെന്ന് മനസ്സിലാക്കണം. സ്വർണ്ണത്തിൻ്റെ വില കയറിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ചൈനയുടെ അക്യുമുലേഷനാണ്. ചൈനയുടെ മാത്രമല്ല, എല്ലാ സെൻട്രൽ ബാങ്കുകളും ഡോളറൈസേഷൻ എന്നുള്ളൊരു ലെവലിൽ വരികയും നമ്മളും സ്വർണം വാങ്ങി കൂട്ടി വെക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പറയുന്നത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് വിപണിയിൽ അധികം ഇടപെടാതെ മാറി നിൽക്കുന്ന നിക്ഷേപകർക്കും പുതുതായിട്ട് വിപണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു അവസരമാണ് ഇപ്പോഴെന്നാണ്. അതായത് FIIs വേറെ രാജ്യത്ത് വിതയ്ക്കാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് നമുക്കിവിടെ കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന്, അതായത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് സമയവും നല്ലതാണ്. അവർക്ക് മനസ്സിലാക്കി മാർക്കറ്റ് സ്വിങ്ങുകളാണ് അവർ നോക്കുന്നത്. ട്രേഡും ഇവിടെ ഒരു പ്രശ്നം അങ്ങനെ തന്നെയുണ്ട്. ഈ ട്രേഡ് എന്താണെന്നുള്ളതും ഓപ്ഷൻസിൽ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഡെയിലി സ്വിങ് ചെയ്യുന്നവർക്കോ ഒക്കെ എപ്പോഴും മാർക്കറ്റിൽ അവസരങ്ങളുണ്ട്. അവർ കുറച്ച് എക്സ്പേർട്ട് ആയിരിക്കും, അവർക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കും. ഒരു ലോങ് ടേം നോക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊരു ഈ പറഞ്ഞതുപോലെ ഒരു അവസരമായി കാണുകയും നല്ല സെക്ടറുകൾ സെലക്ട് ചെയ്ത് അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇപ്പോൾ വരുന്ന NFOs വരുന്നത് കൺസിഡർ ചെയ്യാം. വലിയ പഴക്കമില്ലാത്ത NFOs നോക്കുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സൊക്കെ NFO കുറച്ച് മുൻപ് ഉണ്ടായിരുന്നതൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ IT കമ്പനികളൊക്കെ വന്നിട്ടുണ്ടാവും. IT കമ്പനികളൊക്കെ ഹയർ പ്രൈസിന് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആ ഒരു വാല്യുവേഷനിലേക്ക് എത്തണമെങ്കിൽ ടൈം എടുക്കും അത്. അതേ സമയത്ത് പുതിയ NFOs ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ലെവലിലുള്ള പുതിയ പ്രൈസിന് വാങ്ങുന്ന ഷെയർസാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് എളുപ്പമായിട്ട് കയറി പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് നമ്മളുടെ IPO വിപണി ഇനി വരുന്ന ഒരു സമയത്ത് സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞ ഓഹരി വിപണിക്ക് സംഭവിച്ച പോലെ തന്നെ IPOകളും എല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ബൂം വരുമെന്നാണോ അഭിലാഷിൻ്റെ അഭിപ്രായം? പിന്നെ തീർച്ചയായിട്ടും വന്നേ പറ്റൂ. ഇപ്പം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നു. അവർക്ക് അങ്ങനെ അനുമതി കൊടുത്ത കമ്പനികൾ, അനുമതി ലഭിച്ച കമ്പനികളുടെയൊക്കെ ഒരു നിര തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടെക്നോളജിക്കൽ ലെവലിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു റെസ്പോൺസ് വെച്ച് വളരെ നല്ല റെസ്പോൺസാണ്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ IPOകൾ ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ നല്ല കമ്പനികളിലേക്ക് ഇപ്പോൾ ബഡ്ജറ്റൊക്കെ ഇനി 6 മാസം കഴിയുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള കമ്പനികളെല്ലാം താഴെയാണ്. ഇൻഫ്ര, സിമൻറ്റ്, അഗ്രോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, കെമിക്കൽ, ഈ കമ്പനി, റെയിൽവേ, ഡിഫൻസ് ഒന്നും വല്ലാതെ കയറി പോയിട്ടില്ല, ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇനി വരാനുള്ള അല്ലെങ്കിൽ ഇതിലൊരു റാലി ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ നല്ല പ്രൈസിങ്ങിലാണെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും PSB, അപ്പോൾ അവിടെയൊക്കെ ഈ നല്ല കമ്പനികളെല്ലാം തന്നെ കുറച്ച് ഫണ്ടും കൂടി പുറത്തുനിന്ന് വരുന്നതോടുകൂടി ആ ഒരു ടേൺ ഇന്ത്യയിലേക്ക് ഫണ്ട് ഒഴുകി എത്തുന്നതോടുകൂടി ഒരു കുതിപ്പ് വരാം. കാരണം തീരുമാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ ടാക്സിൻ്റെ കാര്യത്തിലൊന്നും മാറ്റങ്ങളില്ല എന്ന് ഓൾറെഡി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അവർ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കുറച്ചും കൂടി അതിൻ്റെ ഒരു വോളിയം ഹൈക്ക് അതിലുണ്ടായി കഴിയുമ്പോൾ നല്ലൊരു സമയമാണ് എഹെഡ്. പക്ഷേ എപ്പോഴും ഒരു 2030 ടാർഗറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ ബൈയിങ്. അല്ലെങ്കിൽ അന്ന് ഏത് സെക്ടർ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളൊരു ലെവലിലായിരിക്കണം സെലക്ഷൻ. അതുപോലെ തന്നെ കമ്പനികൾ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുകയും കൂടെ ചെയ്താലാണ് ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ. അഭിലാഷിൻ്റെ അഭിപ്രായത്തിൽ 2030 ആകുമ്പോഴേക്കും നല്ല നിലയിലെത്താൻ പറ്റുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ്? ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ചിപ്പ് മേഖലയിലുള്ള കമ്പനികളെല്ലാം തന്നെ ഈ ഇവിടെയും കൂടുതൽ ഈ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് വരുമ്പോൾ മാനുഫാക്ചറിങ് സൈഡിലാണല്ലോ. അപ്പോൾ ഈ ഓട്ടോ കോമ്പണൻസ്
ഇപ്പോൾ ഇത്രയും ഓട്ടോ കമ്പനി പിന്നെ കാറുകൾ വിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം സെയിൽസ് കൂടി, ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ എല്ലാം തന്നെ സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ടെക്നോളജിക്കൽ കോമ്പോണൻസും മറ്റു കാര്യങ്ങളും ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പോവുക എന്നുള്ളൊരു വിശ്വാസമാണ്. അതൊരു ജനറലി എല്ലാവരും പറയുന്നതും ആ ഒരു സെക്ടർ തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്കൊരു ബിഗ് പ്ലെയേഴ്സ് അതിലൊന്നും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മേഖലയാണ് ഇനി വളരേണ്ടത്. അപ്പം പിന്നെ IT കമ്പനികൾ തന്നെ ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെമി കണ്ടക്ടർ മേഖലയിൽ നോക്കുമ്പോൾ ഇൻഫോസിസും സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ചിപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. സെമി കണ്ടക്ടർ മേഖലയിലാണെന്ന് HCL ടെക്കിനെ കുറിച്ചും മറ്റേ ടാറ്റ എൽഎക്സി ഒക്കെ അത് തന്നെയാണ്. അവരൊക്കെ ആ ലൈനിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വോളിയം, അതിൻ്റെ ഒരു പിന്നെ അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയും അതിലൊരു മെയിൻ പ്ലെയർ എന്നുള്ള തരത്തിലേക്ക് പറയാനുള്ള ലെവലിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അതും കൂടി വന്നു കഴിയുമ്പോഴേ ആ സ്റ്റോക്സ് തപ്പി, ഇപ്പോൾ നമുക്ക് ഈ സാംസങ് ഇലക്ട്രോണിക്സ് പോലൊരു LG ഇവിടെ ലിസ്റ്റഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിക്സണും ആംബറും തന്നെയാണ് ശരിക്കും ലീഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൽ. അപ്പോൾ അവർ ഈ സെമി കണ്ടക്ടർ മേഖലയിലുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുമ്പോൾ സംഭവം ആ മേഖലയായിരിക്കും കൂടുതൽ നന്നായിട്ട് പോവുക എന്ന് കരുതുന്നു. പിന്നെ ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും താഴേക്ക് പോകാൻ വഴിയില്ല. പിന്നെ എന്തായാലും ഈ 100 രൂപ കിടന്ന് ഡോളറിൻ്റെ വില പോകുമ്പോൾ അത് വലിയ ആശങ്കയാണ്. ആ 100 എന്നുള്ളൊരു മാജിക് ഫിഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രൂപയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ള, നമുക്കൊരു 100 ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഫാസ്റ്റായിട്ട് നമ്മളൊരു ഷെയറിൻ്റെ പ്രൈസ് ആണെങ്കിലും 100 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പോകാൻ ഒരു സാധ്യത എന്നുള്ള പോലെ. അപ്പോൾ ഇവിടുന്ന് ഈ 96.5 അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് പോരണം ഡോളറിൻ്റെ വില. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാങ്കിങ്ങിനും ഫിനാൻഷ്യൽ സെക്ടറിനും അത്ര ഗുണകരമാവാനും പറ്റില്ല. അതിന് നമ്മുടെ കയറ്റുമതി കൂടണം, പോയ ഫോറിൻ ഫണ്ടുകൾ തിരിച്ചു വരണം. ഇപ്പം നമ്മൾ ഈ STT അല്ലെങ്കിൽ ടാക്സിലൊക്കെ പൈസ നമ്മൾ ചാർജ് ചെയ്ത് പിരിച്ചുവെങ്കിലും നമുക്കിവിടെ ഫണ്ടുകൾ ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പം നമുക്കൊരു ഫോറക്സ് ഇല്ലാത്തൊരു അവസ്ഥ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് പൈസ പോയാൽ എന്താണ് പിന്നെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ FDIയിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണല്ലോ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സും വന്ന് അവർ തന്നെ രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ പൈസ എല്ലാം കൂടെ കളക്ട് ചെയ്ത ഒരു കളക്റ്റീവ് ഫണ്ടിൻ്റെ ഓണറാണല്ലോ ഈ പറയുന്ന കോർപ്പറേറ്റ് ഫണ്ടർ. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ മോർഗൻ സ്റ്റാൻലി ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക് ആണെങ്കിലും ഇവർ തന്നെയാണ് ഇതിൻ്റെ മേജർ ലെവൽ കൊണ്ടുവരാനുള്ള. അല്ലെങ്കിൽ അതേ ബിസിനസ്സിന് ഇവിടെ പൈസ മുടക്കാൻ വേണ്ടി വരുന്ന ഒരു കമ്പനി ആയിരിക്കും. കമ്പനി നേരിട്ട് വന്നിട്ട് ഇവിടെ അതേ സ്വഭാവത്തിലുള്ള അതുണ്ട്. പക്ഷെ അല്ലെങ്കിൽ അവരുടെ സബ്സിഡറി ഇവിടെ വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മൻ കമ്പനികളുടെ സബ്സിഡറീസ് ഒക്കെ ഇവിടെ, മാനുഫാക്ചറിങ് ഒക്കെ മിക്കവാറും ഇവിടെ എന്ന് പറഞ്ഞതുപോലെയുള്ള അതൊക്കെ 2022 ഒരു മികവിനും കുതിപ്പിനും ഒക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. ആ ന്യൂസുകളെല്ലാം നമ്മളെ ഇപ്പം നമുക്ക് അനുകൂലമായ ന്യൂസുകളുടെ ഒരു കുറവ് അതും മാർക്കറ്റിലേക്ക് ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെയും ബാധിക്കുന്നുണ്ട്. ഇനിയിപ്പം IPOയുടെ കാര്യം എടുത്താൽ ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു IPO ആണ് NSEയുടെ. അടുത്ത മാസം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ NSE IPO എങ്ങനെയാണ് അഭിലാഷ് കാണുന്നത്? പ്രത്യേകിച്ച് അത് സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയർ കൂടിയാണ്. NSEയുടെ IPO ഒരിക്കലും പിന്നെ ഒരു മോശം IPO ആയിരിക്കില്ല. ഒരു വമ്പൻ ഹിറ്റ് IPO എന്നുള്ള തരത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. അത് മാർക്കറ്റിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ BSEയുടെ ഒരു കുതിപ്പ് നമുക്ക് ഇപ്പോൾ കണ്ടാലറിയാം. ഒരു കഴിഞ്ഞൊരു 5 കൊല്ലം മുമ്പ് 300 രൂപ ഉണ്ടായിരുന്ന ആ സമയത്ത്, അപ്പോൾ അതിന് ശേഷം പിന്നെ 9 ഷെയർസ് അഡീഷൻസ് വന്നു, പിന്നെ ബോണസ് ഷെയർസ് വന്നിട്ട് അപ്പോൾ ഒരു ഷെയർ 9 ഷെയറായി. അങ്ങനെ വരുമ്പോൾ അന്ന് 5 വർഷം മുമ്പ് 300 രൂപ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 300 നിലവാരത്തിലുണ്ടായിരുന്ന ഒരു ഷെയറിന് 30 രൂപ എന്ന് വേണമെങ്കിലും, അല്ലെങ്കിൽ 30-40 രൂപയ്ക്ക് ഇടയ്ക്കായിരുന്നു അന്നത്തെ. അങ്ങനെ വരും. അപ്പോൾ ആ ഷെയറിന് ഇപ്പോൾ 4,400 പോയിട്ടാണ് ഇപ്പോൾ 3,300 ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 ലക്ഷം കോടിക്ക് മേളിലാണ് മാർക്കറ്റ് ക്യാപ്പ് ഇതിൻ്റെ, ഈ NSEയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അപ്പോൾ 1 ലക്ഷം കോടിക്ക് തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് BSEയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അപ്പോൾ ഇത് പിന്നെ റവന്യൂ വരുമാനത്തിൽ ഇപ്പോൾ ഇത്രയും 140 കോടി ജനങ്ങളുള്ള ഇനിയിപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം എല്ലാ മാസവും വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ വരുമാനം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പുതിയ വെന്യൂസ് എല്ലാം വരുന്നു, ETFs എല്ലാം വരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ
ഒരു ലോങ് ടേം പറ്റുന്നുള്ള രീതിയിൽ ആളുകൾ അത് വാങ്ങി വെക്കാൻ NSE ഒരു ടോപ്പ് സംഭവമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ അത് മറ്റുള്ളവരും അതായത് ഫോറിൻ ഫണ്ടുകളെല്ലാം അതിലേക്ക് വല്ലാതെ നിക്ഷേപിക്കും എന്നാണ് കരുതുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോഴത്തെ വിപണിയുടെ അവസ്ഥയെക്കുറിച്ച്? എല്ലാവരും നിരാശരാണ്. മീൻസ് ലൈക്ക് റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിനോ അല്ലെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ റിട്ടേൺ കുറവാണല്ലോ. അപ്പോൾ റിട്ടേൺ ഉണ്ട് അങ്ങനെയുള്ളൊരു ലെവലിലാണ്. പക്ഷേ ആളുകൾ പുതിയ വെന്യൂസ്, അപ്പോൾ ആളുകൾക്ക് എപ്പോഴും പുതിയ വെന്യൂസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രേഡേഴ്സായി മാറുന്നൊരു സംവിധാനം ലെവലിലേക്കും കൂടി വരുന്നു. പിന്നെ നഷ്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ള, ഇപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആളുകളൊക്കെ തന്നെ ഒരുവിധം എല്ലാവരും സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുകയാണ്. ആരും അങ്ങനെ നിരാശരൊന്നുമല്ല. പിന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ട്രേഡേഴ്സ്, അവർക്കെന്നും പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്, എന്നും ലാഭമുണ്ട്, അല്ലെങ്കിൽ എന്നും നഷ്ടമുണ്ട്, അല്ലെങ്കിൽ ദേ ആർ വെൽ വേഴ്സ്ഡ്. അവരെക്കുറിച്ച് പറയാനില്ല. പുതിയ ആളുകൾ വരുന്നതിൽ കുറവുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരു ആളുകളൊന്നൊരു മടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പ്രശ്നം. പിന്നെ യുദ്ധം എല്ലാവരും അങ്ങനെ വലിയൊരു സംഭവമായിട്ട് കാണും. അത് യുദ്ധം അങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വെന്യൂസ് അല്ലാതെയും കുറവാണല്ലോ. നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും അങ്ങനെ കേരളത്തിലെ ജനങ്ങളിൽ ബിസിനസ്സുകാരുണ്ടെങ്കിലും നമ്മളൊരു കോയമ്പത്തൂരിലേക്ക് ചെന്ന് നോക്കുന്ന പോലത്തെ ബിസിനസ്സുകൾ ഇവിടെ മാനുഫാക്ചറിങ് ലെവലിൽ ഇപ്പോൾ നമ്മുടെ വീഗാർഡോ അങ്ങനെ കുറച്ച് കമ്പനികളൊക്കെ അവരുടെ മാനുഫാക്ചറിങ് അവിടെ അങ്ങനെ ഒരു ബസ്സിങ് ലെവൽ നമുക്കില്ല. നമുക്കൊരു റെമിറ്റൻസ് മോഡലിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം നോക്കിയാലും നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാലും ഒക്കെ കേരളത്തിൽ നിന്ന് വിളിക്കുക പറയുക സംസാരിക്കുക ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പുറത്തുനിന്നുള്ള ആളുകൾ മോസ്റ്റ്ലി UAE അങ്ങനെയുള്ള ലെവലിൽ നിന്ന് ആളുകളൊക്കെയാണ്. മലയാളികൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ദ ട്രസ്റ്റ് ദ മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഗൈഡഡ് അല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി മാർക്കറ്റിലുണ്ട്. കുട്ടികൾക്കൊന്നാണ് ഇപ്പോൾ MBA പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ്, അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും മാർക്കറ്റിനെ കുറിച്ച് അത്ര ധാരണ കുറവാണ്. ശരി. അങ്ങനെ കണ്ടുവരുന്നത് അതൊരു നിരാശപ്പെടുത്തുന്നൊരു അവസരം. പിന്നെ ഇത് വല്ലാതെ നമ്മൾ മാറിയിട്ടില്ല. നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോഴും അവർ ട്രേഡിങ്ങിലേക്കുള്ള, ഇപ്പം ഇവിടുന്ന് ചില ആളുകളൊക്കെ നമ്മൾ അങ്ങനെ സംസാരിച്ച് മീൻസ് ലൈക്ക് ആളുകൾക്ക് ഓൺലൈൻ റമ്മി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അതെങ്ങനെ വിദഗ്ധമായിട്ട് പഠിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പം നിക്ഷേപം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇതിനെ കാണുമ്പോൾ, മാർക്കറ്റിനെ കാണുമ്പോൾ ഒരു നിക്ഷേപിക്കാനുള്ള സ്പേസ് ആയിട്ടാണ് കാണണ്ടേ. അതായത് ഒരു ലോങ് ടേം അതിൻ്റെ അവസരങ്ങൾ ഉപയോഗിക്കാൻ ആ ഒരു സെക്ടറിനെ പഠിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സമയമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വേറെയുണ്ട്. അങ്ങനെ കുറേ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ വലയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ ട്രേഡിങ്ങിനോട് താല്പര്യം കൂടുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ കേരളത്തിൽ ഇപ്പം കമ്മോഡിറ്റി ട്രെയിനിങ്, ഇപ്പം പെപ്പർ, കാഡ്മമി ഇതൊക്കെ ഒരു സമയത്ത് അധികം ഇല്ലായിരുന്നു, ഇപ്പോൾ അതിന് വീണ്ടും ഡിമാൻഡ് കൂടി വരുന്നുണ്ട്? ഇല്ലായിരുന്നു എന്നല്ല, കാർഡമൊക്കെ പണ്ട് പെപ്പർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നത്തെ ആ എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ നാട്ടിലെയും ഉൽപ്പന്നങ്ങൾ, അപ്പോൾ ഇവിടെ അതിനുള്ള എക്സ്ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ NCDX-ലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ വീണ്ടും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് കയറ്റുമതിക്കാർക്കും അവർക്ക് പ്രൈസ് ലോക്ക് ചെയ്യാനും, കയറ്റുമതിക്കാർക്ക് ആ പ്രൈസിൽ അവർക്ക് ഉൽപ്പന്നം കിട്ടണം. ഇപ്പോൾ ഉൽപ്പന്നം കുറവാണ്, മഴ കുറയുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഉൽപ്പന്നം ആ റേറ്റിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം ആക്ടിവിറ്റീസ് കൂടി വരുന്നത്. അത് കുറച്ച് നന്നായിട്ട് പോകാൻ വേണ്ടി തന്നെയുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ട്രേഡിംഗ് എന്നുള്ളൊരു തരത്തിലേക്കല്ല അത് വരുന്നത്. അത് എസ്റ്റേറ്റ് ഓണേഴ്സിന് അവർക്കും പ്രൈസ് ലോക്ക് ചെയ്യണം, കയറ്റുമതിക്കാർക്ക് അവർക്കും പ്രൈസ് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ആയിട്ട് അത് കൂടുതൽ ഉപയോഗപ്പെടാം. അതല്ലാതെ തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ ആ ലോക്കിങ് നടക്കുന്നുണ്ട് ബിഗ് സെല്ലേഴ്സും ഒക്കെ തമ്മിൽ. അതിൻ്റെ സ്പൈസസ് ആ ലെവലിലുള്ള എക്സ്ട്രാക്റ്റ് ഒക്കെ ചെയ്യുന്ന കമ്പനികളും കേരളത്തിലാണല്ലോ കൂടുതലുള്ളത്. ഓഹരി വിപണിയുടെ കാര്യത്തിൽ നിക്ഷേപകർ നിരാശയിലാണെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് സ്വർണ്ണം ഒരുപാട് നേട്ടം കൊടുക്കുകയും ചെയ്തു. ഇനി എങ്ങനെയായിരിക്കും സ്വർണ്ണത്തിൻ്റെ പോക്ക്? ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില കയറുന്നുണ്ട്. സ്വർണ്ണത്തിൻ്റെ വില കയറിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ചൈനയുടെ അക്യുമുലേഷനാണ്. ചൈനയുടെ മാത്രമല്ല, എല്ലാ സെൻട്രൽ ബാങ്കുകളും ഡീഡോളറൈസേഷൻ എന്നുള്ളൊരു ലെവലിൽ വരെയും നമ്മളും സ്വർണം വാങ്ങി കൂട്ടി വെക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ട്രേഡിന് വേണ്ടി മാത്രമുള്ള ഫണ്ട് പിന്നെ ഡോളറിൽ സൂക്ഷിക്കുക, ബാക്കി കൂടുതൽ ഫണ്ട് ഈ
പിന്നെ ഇതിലേക്ക് ഒരു സ്വർണം ഇതിനൊരു സ്വർണ്ണമായിട്ട് തന്നെ വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ചൈന ഇനി ഒരു നെക്സ്റ്റ് മാസീവ് ബൈയിങ് നടത്തുന്ന ഒരു സമയത്ത് ഇപ്പോൾ 3800 അടുത്ത് വന്നതിന് ശേഷം ഇപ്പോൾ 4400 കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോളർ വീണ്ടും സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിന് അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വർണത്തിനെ ഇതിനെ ഡോളറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം നെഗറ്റീവായി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാത്രമല്ല 2 പ്രാവശ്യം ഈ രണ്ട് യുദ്ധങ്ങളും പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 5 വർഷത്തിനുള്ളിൽ നടന്ന 2 മേജർ യുദ്ധങ്ങളും രണ്ടും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഈ യുദ്ധങ്ങളാണ് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്താണ് പിന്നെ സ്വർണം കുറച്ച് കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും ആ യുദ്ധങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. പിന്നെ സെൻട്രൽ ബാങ്ക്സ് ഡോളർ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഡോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഡോളർ അതിലേക്ക് തിരിച്ചു പിടിച്ചെങ്കിൽ പോലും സ്വർണം അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഇനി അവർ വാങ്ങുന്നില്ല അങ്ങനെയുള്ളൊരു ലെവലിലേക്കല്ല. ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ ബൈയിങ് ഓൾറെഡി റെസ്യൂം ചെയ്തു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് വീണ്ടും മുമ്പോട്ട് പോകും. പക്ഷേ ഒരു 2, 3, 4 കൊല്ലം കഴിയുമ്പോൾ 2030 എന്നൊക്കെ ഉള്ളൊരു നിലയ്ക്ക് വരുമ്പോഴത്തേക്കും വലിയ പ്രൊജക്ഷൻസാണ് സ്വർണ്ണത്തെക്കുറിച്ചുള്ളത്. സ്വർണം സിൽവറും ഇപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ETF മേടിക്കാൻ സ്വർണവും സിൽവറും ETF കിട്ടും. പക്ഷേ കോപ്പർ കിട്ടുന്നില്ല. കോപ്പറും അലുമിനിയം ഒക്കെ ഇതുപോലെ റെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആവശ്യങ്ങളുണ്ട്, ഇൻഡസ്ട്രിയൽ യൂസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വർണം മാത്രമല്ല എല്ലാ മെറ്റൽസും കയറി പോകാനുള്ള വലിയ സാധ്യത. റെയർ മെറ്റൽസിൻ്റെ കാര്യത്തിൽ ചൈന ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചൈന അങ്ങനെ ചെയ്യും ചൈന അങ്ങനെ ഓരോരോ മേഖല അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കത് അവരുടെ കയ്യിലാണത് ഉള്ളത്. അല്ലെങ്കിൽ നമുക്കും ഒരു ആവശ്യത്തിന് നമ്മളത് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യാത്തതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇല്ലാഞ്ഞിട്ടല്ല. ചൈന ചൈന അതെല്ലാം പോയി കൊണ്ടുവരുന്നു. നമുക്ക് തോറിയം പോലും നമ്മുടെ തീരങ്ങളിലുണ്ടെന്നൊക്കെ പറയും. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഫോം ചെയ്തു. അത് നഷ്ടത്തിൽ കിടക്കുകയാണ്. പക്ഷേ അവർ ചെയ്യേണ്ട പ്രൊഡക്ട്സ് വേറെ തരത്തിലുള്ള ഐറ്റംസാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ തോറിയം ആണെങ്കിലും യുറേനിയം ആണെങ്കിലും ഒക്കെ നമുക്കിവിടെ അപ്പോൾ അല്ലെങ്കിൽ റെയർ എർത്ത് ഒക്കെ നമുക്കിവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ചൈന ആ മേൽക്കൈ അവർ കുറേ മുമ്പിലാണ്. അവരില്ലാതെ അമേരിക്ക ഓടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ നിൽക്കുന്നു. ചൈനയ്ക്ക് തന്നെയാണ് മേൽക്കൈ ഈ കാര്യത്തിലുള്ളത്. ഇപ്പോഴത്തെ ഇടിവിൽ സ്വർണം വാങ്ങി വെക്കുന്നത് നല്ലതാണെന്നാണോ അഭിലാഷ് പറയുന്നത്? സ്വർണം മാത്രമല്ല, ഏത് മെറ്റൽസ് ആണെങ്കിലും. ഇപ്പോൾ സ്വർണം ഇനിയും ഇപ്പം സ്വർണം വാങ്ങുമ്പോൾ ETF വാങ്ങി വെക്കുകയാണെങ്കിൽ സ്വർണ്ണമായിട്ട് ആഭരണങ്ങളായിട്ട് വാങ്ങി വെക്കുന്നതിലല്ല. അതേ സമയത്ത് പിന്നെ ഇതിൽ സ്വർണത്തിൻ്റെ പ്രിയം ഇപ്പോഴും കുറഞ്ഞിട്ടില്ലല്ലോ. റീറ്റെയിൽ ഫിഗേഴ്സ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഏറ്റവും നേട്ടം ഉണ്ടാക്കിയ കമ്പനികൾ നോക്കിയാൽ ഇപ്പോൾ Q1 റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും നേട്ടം ഉണ്ടാക്കിയത് മുഴുവൻ സ്വർണ്ണ കമ്പനികളാണ്. കല്യാണിൻ്റെ ഒക്കെ ഷെയർ പ്രൈസ് 300 രൂപയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളൊരു ബൈങ് ഒക്കെ നടത്തി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നേരെ ഡബിളായി 2-3 മാസം കൊണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ പലതും നമ്മൾ അങ്ങനെ സ്വർണ്ണ കമ്പനികളുടെ മുഴുവൻ റിസൾട്ട് എടുത്ത് നോക്കി, പിന്നെ പ്രൈസ് എടുത്ത് നോക്കി 3 മാസം കൊണ്ട് മുമ്പ് അല്ലെങ്കിൽ 3 മാസത്തെ ചാർട്ട് എടുത്താൽ എവിടെ നിന്ന് എവിടെ എത്തിയെന്ന് കാണാം. ഇങ്ങനെ ഒരൊറ്റ വരേ ഉള്ളൂ. എല്ലാം റവന്യൂ കൂടുമല്ലേ, അവർ മാർജിനും ഭയങ്കരമായിട്ട് തന്നെ കൂടുന്നു. അതിനനുസരിച്ച് തന്നെ മാർജിനും വരല്ലേ, പണിക്കുറവല്ല. ഗോൾഡ് ലോൺ കമ്പനീസിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നന്നായിട്ട് തന്നെ പോകുന്ന ആൾക്കാർ കയ്യിൽ സ്വർണ്ണമുള്ളൂ, സ്വർണം കൊണ്ടുവെക്കുന്നു, സ്വർണ്ണത്തിന് വില കൂടുന്നതനുസരിച്ച് തിരിച്ചെടുക്കൽ ബുദ്ധിമുട്ടാവുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ മണപ്പുറമൊക്കെ ആണെങ്കിലും അവരുടെ മുത്തൂറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണപ്പുറം തൊട്ട് പുറകിൽ തന്നെ ഇപ്പോൾ അവരുടെ അനാവശ്യ മേഖലകളിൽ നിന്നൊക്കെ അവർ പിന്മാറി അവർ ഇതിൽ തന്നെ അവരുടെ മെയിൻ കോർ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വേറെ ഫണ്ടുകളെല്ലാം വരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവരും നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന രീതി തന്നെ കാണുന്നു. സ്വർണ്ണമായിട്ട് തന്നെ വാങ്ങി വെക്കുകയാണെങ്കിൽ ETF മേടിച്ച് വെക്കുകയാണെങ്കിൽ ETF ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടായിട്ട് വാങ്ങി അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം 1 ഗ്രാം ഗോൾഡിനെ 100 ഡിവൈഡ് ചെയ്യുന്ന യൂണിറ്റ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ ഇപ്പോൾ ഗോൾഡ് ETF, ഗോൾഡ് ബീസ് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഗോൾഡ് ആഡ് എന്നൊക്കെ പറഞ്ഞ് ഏത് വേണമെങ്കിലും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഷെയർ വിൽക്കുന്ന പോലെ തന്നെ വിൽക്കുകയും അതിൽ നിന്ന് വരുമാനമല്ല മീൻസ് അപ്രീസിയേഷൻ കിട്ടും. ഒരു 4-5 വർഷം പെർസ്പെക്റ്റീവിൽ വാങ്ങി സൂക്ഷിച്ച് വെക്കുക. അല്ല, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ SIP ആയിട്ട് ഇപ്പം പിന്നെ ചെറിയ പൈസ ഇല്ലേ ഉള്ളൂ, 100 രൂപ 100 ആ റേഞ്ച് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 10 യൂണിറ്റ് ഇപ്പം 1000 രൂപയുള്ളെങ്കിൽ ഇത് വാങ്ങി വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ യു നീഡ് ക്യാപിറ്റൽ, യു നീഡ് എക്സ്പീരിയൻസ്, യു നീഡ് നോളജ്, യു നീഡ് എ റിസർച്ച് സിസ്റ്റം വേണം.
ഇതെല്ലാം ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണെന്ന് മനസ്സിലാക്കണം. ആൽഗോ ട്രേഡിംഗ് സിസ്റ്റം എല്ലാ കമ്പനികൾക്കും തന്നെ ഉണ്ട്. അപ്പോൾ ആ തരത്തിലായിരിക്കണം അത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിൽ അല്ലെങ്കിൽ നമ്മൾ ആ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ അക്യുമുലേറ്ററായി മാറുകയാണ് നല്ലത്. SIP മോഡ് തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുക, ETF അക്യുമുലേഷൻസ് ഉണ്ടാവുക, ഇഷ്ടപ്പെട്ട കമ്പനികളുടെ ഷെയറുകൾ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടാവുമല്ലോ. അതിനെ ബേസ് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടണം? ഉദാഹരണത്തിന് ഇപ്പോൾ മാഡത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണ്? SBI ലാണ്. അപ്പോൾ SBI എന്തുകൊണ്ട് നിങ്ങൾ പണം നിക്ഷേപിച്ചു? നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. എത്ര വിശ്വാസമാണെങ്കിലും നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ആ SBIയുടെ നിക്ഷേപിച്ച പൈസ നേരെ എടുത്തിട്ട് FD എടുത്തിട്ട് SBIയുടെ ഷെയർ വാങ്ങി നോക്കൂ. ഒരു വർഷം മുമ്പ് SBIയുടെ പ്രൈസ് എന്താണെന്ന് നോക്കുക. ഏത് ബാങ്കാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടുമായിരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പം അതേ വിശ്വാസം മതി. മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ആ ബാങ്കിൽ പൈസ കൊണ്ടിടാൻ ഒരു റെസീപ്റ്റിൻ്റെ കെയർ ഓഫിൽ പൈസ കൊണ്ടിടാനുള്ള അവർക്ക് 5 ലക്ഷം രൂപ ബാധ്യതയുള്ള സമയത്ത് നിങ്ങൾ 50 ലക്ഷം ഇടുകയാണ്. ആ വിശ്വാസം മതിയല്ലോ അവരുടെ ഷെയർ വാങ്ങി നോക്കാൻ. പോരെ? ബാങ്കുകൾ അറിയണ്ട. അല്ല, ഇത് ഓപ്പൺ ആയിട്ട് ഇത് നമ്മൾ അങ്ങനെ അവർക്കും നന്നായിരിക്കും. അവർ സ്വന്തം വർക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ ഷെയർസ് കയ്യിലുള്ളാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കാം. സോ ദേ മസ്റ്റ് ബൈ. FD അല്ല ഇടേണ്ടത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഷെയർ മേടിച്ചോ. സ്വർണം മേടിക്കുന്നതിന് പകരം നിങ്ങൾ മലബാർ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ മീൻസ് ലൈക്ക് മലബാർ ഗോൾഡിൻ്റെ IPO വരാൻ പോകുന്നു, ഇപ്പോൾ കല്യാണിൻ്റെ ഷെയർ മേടിച്ചു. അപ്പോൾ അതും അല്ലെങ്കിൽ ETF മേടിച്ചു. ഇങ്ങനെ ആ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ പിന്നെ ഓർണമെൻറ്റ്സ് മേടിച്ചതിന് ശേഷം പണിക്കൂലി കൊടുക്കണം. എന്നിട്ട് പണിക്കൂർ മീൻസ് ലൈക്ക് നിക്ഷേപമായിട്ടല്ല. നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് മേടിക്കുക. ആ മേഖല അങ്ങനെ തന്നെ അതിനായിട്ടുള്ളതാണ്. പക്ഷെ നിക്ഷേപം എന്നുള്ള തരത്തിൽ വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അതല്ല അതിൻ്റെ വെന്യൂ. അതിന് വേറെ വെന്യൂസ് ഉണ്ട്. ലൈക്ക് പിന്നെ ഗോൾഡ് ബോണ്ട്സ് ഉണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. അപ്പോൾ RBI 1 ഗ്രാം മുതൽ 4 കിലോ വരെ ഇൻഡിവിജ്വൽസിന് വാങ്ങി വെക്കാം. അപ്പോൾ അത് വാങ്ങി വെക്കുമ്പോൾ അതിന് 2% ഇൻട്രസ്റ്റും ഉണ്ട്, പ്ലസ് ഈ അപ്രീസിയേഷനും കിട്ടുന്നു. 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഈ ടാക്സും ഇല്ല. ഏത് ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ 8 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി. RBIയുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിനാണ് നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നത്. സോ അത് നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും വേണം. ഷെയർ മാർക്കറ്റിൽ മാത്രം ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഗോൾഡിൽ അപ്പോൾ പല ഐഡിയലായിട്ടുള്ള മിക്സ് എങ്ങനെ വേണം നിക്ഷേപത്തിന് പറ്റിയ ഒരു ഐഡിയൽ മിക്സ് ഇല്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഏജ്, യുവർ പർപ്പസ്. അപ്പോൾ നമ്മളൊരു എന്തുകൊണ്ട് നിക്ഷേപിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഞാൻ എന്തിനു വേണ്ടിയിട്ട് നിക്ഷേപിക്കണം? ഓക്കെ, എനിക്ക് പിന്നെ എന്താ പറയുക, വലിയൊരു ഫാം ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി നിക്ഷേപിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മീൻസ് ലൈക്ക് ഇന്ന കാര്യങ്ങൾ നിക്ഷേപത്തിലൂടെ എത്തണ്ടേ എവിടെയെങ്കിലും. ഓക്കെ, അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ഷെയർ എത്ര കാലത്തേക്ക് നിക്ഷേപിക്കണം, ഏതായിരിക്കണം. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് പൈസ വേണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് നിക്ഷേപിച്ച് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും ആ കമ്പനിയുടെ ഷെയർ താഴേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നിക്ഷേപം തുടർന്നുകൊണ്ടേയിരിക്കണം. അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്. നമ്മളൊരു ഷെയർ വാങ്ങി 100 രൂപയ്ക്ക് മേടിച്ചു, XOR. ആ 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ നമ്മൾ 90 രൂപയാകുമ്പോഴും നമ്മൾ ആവറേജ് ചെയ്യും, 80 രൂപയാകുമ്പോഴും ആവറേജ് ചെയ്യും, അത് 60 രൂപയാകുമ്പോഴും 4 രൂപയാകുമ്പോഴും ആവറേജ് ചെയ്യും. ഇപ്പോൾ യെസ് ബാങ്ക് ഒക്കെ അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് അത് 200 രൂപ മുതൽ വാങ്ങി തുടങ്ങിയിട്ട് കയ്യിലുള്ള സകലതും വിറ്റിട്ട് ഇതങ്ങനെ വാങ്ങിക്കൂട്ടി 16 രൂപയും 20 രൂപയും അപ്പോൾ അങ്ങനെ വാങ്ങിക്കൂട്ടിയ അങ്ങനെ പോണൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി തെറ്റായതുകൊണ്ടാണ്. നമ്മൾ ലാഭമുള്ളത് മാത്രം, അപ്പോൾ നമുക്ക് കുറേ ഷെയർസ് ഉണ്ടെങ്കിൽ അതിൽ ലാഭമുള്ളത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ റിസൾട്ട് നോക്കിയിട്ടൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യണ്ടേ. എല്ലാ 3 മാസത്തിലും റിസൾട്ട് വരുന്നു. പിന്നെ ഓട്ടോ കമ്പനികളിലെ എല്ലാ മാസത്തിലും അതിൻ്റെ സെയിൽസിൻ്റെ ഫിഗേഴ്സ് വരുന്നു. അതല്ലെങ്കിൽ കമ്പനികൾക്ക് കോൺട്രാക്ട്സ് വന്നതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ കാണാതെ, ഇപ്പം നമ്മൾ സ്വർണം പോലെ അല്ലല്ലോ ഈ പിന്നെ ഷെയർസ് എന്ന് പറയുമ്പോൾ. സ്വർണം എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തിന് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഈ ഡെഡ് അസറ്റ് ഡെഡ് അസറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അതിന് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതിനെ ഉള്ളിൽ നിന്നൊരു ഫാക്ടേഴ്സും വരാനില്ല. കമ്പനിയുടെ ഷെയർ അങ്ങനെയല്ലല്ലോ, ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അതെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വർണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഡോളർ വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ട് സ്വർണം വേണം, അല്ലെങ്കിൽ യുദ്ധം വന്നതുകൊണ്ട് സ്വർണം കയറണം. അപ്പോൾ സ്വർണം അവിടെ സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. സ്വർണ്ണത്തിന് വേറെ ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ കമ്പനിയുടെ ഷെയർ അതല്ല, അതിൻ്റെ ഇന്നലത്തെ ഭാവമല്ല ഇന്ന്. അതിൻ്റെ CEO
എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റ ചെയർമാൻ റിസൈൻ ചെയ്തപ്പോൾ എല്ലാ ടാറ്റ ഷെയർസും താഴേക്ക് പോയി. അപ്പോൾ അങ്ങനെ അതിനുള്ള ഇന്ത്യൻ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനോട് ഒന്ന് അലേർട്ട് ആവണം. അതിന് അലേർട്ട് ആവാൻ പറ്റുന്ന ഷെയർ ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നേരത്തെ ബാങ്കിൻ്റെ കാര്യം ചോദിച്ചതുപോലെ ഏതാണ് വണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് ആ കമ്പനിയുടെ ഷെയർസ് മേടിക്കാം. അപ്പോൾ പിന്നെ ബൈക്ക് ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏതാണ് നമ്മുടെ ഇത് മേടിക്കുന്നതിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ വേറെ എന്തെങ്കിലും സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ആ പ്രൊഡക്റ്റ് അറിയാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറയും. ഒത്തിരി ടെക്നിക്കലായിട്ട് പോകുന്നത് കൊണ്ടാണ് പ്രശ്നം എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസും പിന്നെ ലാസ്റ്റാണ് വരുന്നത് ഇതിൻ്റെ ഒരു ചാർട്ട് ഒക്കെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വരേണ്ടത്. അതിനൊക്കെ മുമ്പ് ഈ പ്രൊഡക്റ്റ് ആവശ്യമാണോ എന്നുള്ള ഒരു അനാലിസിസ് ആ വെബ്സൈറ്റിലൊന്ന് പോവുക. ആ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുക. നമുക്കൊന്നും അറിയാത്തൊരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ അറിയാത്ത ഒരാളുടെ ബിസിനസ്സിൽ നമ്മൾ പൈസ മുടക്കില്ലല്ലോ. പിന്നെ പ്രൊമോട്ടേഴ്സിനെ അറിയാം, പിന്നെ അതിൻ്റെ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനനുസരിച്ച് മാത്രം പണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ. ഇപ്പം ഈ SIP-യിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഒരു 5 വർഷ കാലയളവിൽ ഘട്ടഘട്ടമായിട്ട് വാങ്ങി വെക്കുക. ഇപ്പോൾ ഷെയർ ആണെങ്കിൽ ഡയറക്റ്റ് ഷെയർ ആണെങ്കിൽ പോലും അപ്പോഴും ഇങ്ങനെ ഒരു റിവ്യൂ കാലാകാലങ്ങളിൽ ആവശ്യമാണ് അല്ലേ? ഏത് ഷെയർ മേടിച്ച് വെച്ചാലും അതുപോലെ തന്നെ അല്ല, SIP ചെയ്യുമ്പോൾ നിങ്ങൾ SIP ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ പൈസ കൊടുക്കുന്നു. മ്യൂച്വൽ ഫണ്ട് അല്ല, ഞാൻ ഡയറക്റ്റ് ഷെയറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഷെയറിൽ എല്ലാ ദിവസവും അലേർട്ടായിരിക്കണം. ചില ആളുകൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഷെയറിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും അതിൽ സംഭവിച്ചാൽ ഒരു തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാവുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ ആ ഒരു ക്ലിയർ വേ അനാലിസിസ് എല്ലാ ദിവസവും അതിൻ്റെ ഷെയർ പ്രൈസ് നോക്കുന്നതല്ല ഞാൻ പറഞ്ഞു ലോങ് ടൈം ഇൻവെസ്റ്റ്. അതല്ല, അതിൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നതെന്നറിയാം, റിസൾട്ട് കാണുക. റിസൾട്ട് മോശമാണോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുണ്ടെങ്കിൽ അത് എല്ലാ ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ടാറ്റയ്ക്കൊക്കെ സംഭവിച്ച പോലെ വലിയൊരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്ത വരുമ്പോൾ അത് നോക്കുക. അതറിയാം. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ ആ ന്യൂസ് വന്നു കഴിയുമ്പം നമ്മൾ പറയുന്ന ന്യൂസിന് ഒപ്പം അങ്ങ് ചാടും. അപ്പോൾ അതുകൊണ്ട് വാങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 8% കയറിയ ഒരു ഷെയർ ആയിരിക്കും, നമ്മൾ നോക്കുമ്പോൾ 17% എത്തി. നമ്മൾ അവിടെ വാങ്ങി കുറച്ച് കൂടെ മുമ്പോട്ട് പോയി അവിടെയും മേടിച്ചു. പിന്നെ അതിനൊരു കൂളിംഗ് സ്പേസ് ഉണ്ട്, മനസ്സിലാക്കി. ലാഭം എടുത്ത ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ട്രേഡേഴ്സ് അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യും. ആ ഷെയർസാണ് നമ്മൾ മേടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ഇതങ്ങ് ആ ന്യൂസിൻ്റെ ബേസ് ചെയ്ത് മേടിക്കുമ്പോഴൊരു പ്രശ്നം, നമ്മൾ ആ ന്യൂസ് എവിടെയാണ് കണ്ടതെന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ സ്പോട്ടിൽ ആ ന്യൂസ് അറിഞ്ഞോ, അതല്ലെങ്കിൽ അത് സെക്കൻഡറി ന്യൂസായിട്ട് വന്നിട്ടാണ്. പിന്നെ പ്രിൻ്റ് മീഡിയ എന്നാണോ ന്യൂസ് വന്നത്. ഈ ന്യൂസിനൊരു ലൈഫില്ലേ. അപ്പം നിങ്ങൾ കൊടുക്കുന്നൊരു ന്യൂസിന് ആ ന്യൂസിൻ്റെ ഒരു ലൈഫ് നോക്കണമല്ലോ. അല്ലെങ്കിൽ അത് ഫാക്റ്റഡ് ആണോ, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞോ, വിപണി ഉൾക്കൊണ്ട് കഴിഞ്ഞോ, പിന്നെ അത് താഴെ വരും. ഈ പഴയ റേറ്റിൽ തന്നെ ഓൾമോസ്റ്റ് വന്നെന്നിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയും ആളുകളുടെ കയ്യിൽ ഷെയർ ഇരുന്ന് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ പുറത്ത് കയറി ആ ന്യൂസിൻ്റെ പുറത്ത് ഇറങ്ങിയും പോവാം. ആ റിസൾട്ട് വന്ന കമ്പനികളൊക്കെ തന്നെ അങ്ങനെയാണല്ലോ. റിസൾട്ട് വന്ന അന്ന് നല്ല റിസൾട്ടാണെങ്കിൽ കയറും, പിന്നീട് അത് കൺസോൾഡേറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് റിയൽ ഇൻവെസ്റ്റേഴ്സ് നോക്കിയിരിക്കുന്നത്. അത് വൺ സൈഡ് റാലി ആയിട്ട് പിന്നെ കൺഫേം പോവാം. പിന്നെ ആ ഷെയർ താഴെ വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇഫ് യു പ്ലാൻ ഇറ്റ് ഫോർ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഈ ഒരു ഷെയർ ഓക്കെയാണ്, ഇവരുടെ സെയിൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റിനേക്കാൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് നോക്കേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് മാനിപ്പുലേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുമല്ലോ അതിൽ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇതിൽ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതർ ഇൻകം, ഇപ്പോൾ അസറ്റ് വിറ്റ പ്രൈസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ബിസിനസ് നോക്കുമ്പോൾ റവന്യൂ, അതിൻ്റെ ഇവിടെ അതിൻ്റെ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. ആ മാർജിൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു. അപ്പോൾ ആ തരത്തിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓഹരി വിപണിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും അതിൽ നിക്ഷേപകർ എന്തൊക്കെ സമീപനം സ്വീകരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഓഹരി വാങ്ങണോ വേണ്ടയോ എന്നുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് അഭിലാഷ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തു. നന്ദി അഭിലാഷ്. നമുക്കിനി കൂടുതൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഭാവിയിലും പങ്കുവയ്ക്കാം. താങ്ക് യു. താങ്ക് യു.